ഇതൊരു തേങ്ങയുടെ നീ എഴുതണമെന്ന് തനി തൃശ്ശൂർ ഭാഷയിൽ ഇപ്പോഴും ചോദിക്കുന്ന സുഹൃത്തുക്കൾ ഞാൻ പാട്ട് എഴുതിയാലും കവിത എഴുതിയാലും ഉണ്ട്. ആ കൈലാസിൻ്റെ ട്യൂണ് കേട്ടപ്പോൾ എനിക്ക് വന്ന വാക്ക് മാത്രമാണ് അത്, ജീവാംശം. ഞാനിങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരിക്കാൻ എനിക്കറിയില്ല ആരാന്ന്. നമ്മൾ 8-9 പഠിക്കുന്ന ഒരു ഇതല്ല. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇതെന്താ പത്ര റിപ്പോർട്ടാണോ അതോ കവിതയാണോ എന്ന് ചോദിച്ചു. ഇപ്പോൾ അമ്പാഴം തണലിട്ട ഒരിടവഴിയിൽ കുട്ടരെ നോക്കൂ വിനമ്പഴ കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു എന്ന് പറയുന്ന ഇതല്ലേ. അമ്പാഴ അങ്ങനെ ഒരു പക്ഷേ അത് അങ്ങനെ അധികം യൂസ് ചെയ്യാത്തതായിരിക്കും. ഞാൻ വളരെ തുറന്ന് പറയാണ്, എനിക്ക് ഒരു സ്ഥലത്ത് ഞാൻ കവിത അയച്ച് കുറേ സ്ഥലത്ത് നിന്ന് മടക്കിയിട്ടുണ്ട്. ഞാൻ എവിടുന്നെങ്കിലും ഒക്കെ BK ഹരിനാരായണ കട്ടെടുത്ത വാക്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള നല്ല ചിന്താശേഷിയുള്ള തലമുറ വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് അവർ ചിന്തിച്ച് ചെയ്തോളൂ. സ്വരമേ സഖിയോ സഹയാത്രികയോ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പറയാം, ഒരു പട്ടിയെ സ്വരമേ എന്ന് വിളിക്കാൻ മാത്രം മണ്ടനായ ഇയാൾ എന്ത് ലിറിസിസ്റ്റാണ്. നമ്മൾ പാടി നടക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പാട്ടുകളുടെ വരികൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളുടെ കൂടെ ഇരിക്കുന്നത്. പാട്ടുകൾ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ആ പാട്ടുകളുടെ സിഗ്നേച്ചറിലൂടെ അറിയപ്പെടുന്നതിലുപരി ഇപ്പോൾ ഈ എഴുത്തുകാരൻ്റെ, ഈ ഗാനരചയിതാവിൻ്റെ പേരിൽ പാട്ടുകൾ അറിയപ്പെട്ട് തുടങ്ങിയിട്ട് കാലം ഏറെയായി. ശ്രീ BK ഹരിനാരായണനാണ് നമ്മുടെ കൂടെ ഇന്ന് ഹൗ ഡിഡ് യു വിൽ ജോയിൻ ചെയ്യുന്നത്. വെൽക്കം സർ. താങ്ക് യു. ഒരുപാട് പാട്ടുകളുടെ ഒറിജിൻ സ്റ്റോറീസ് ചോദിച്ച് സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് പേര് അത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഏതിലൊരു സൂപ്പർ ഹീറോനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ ആ സൂപ്പർ ഹീറോയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് അല്ല, സൂപ്പർ ഹീറോയുടെ ഒറിജിൻ സ്റ്റോറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ശ്രീ BK ഹരിനാരായണൻ എന്ന് കേരളത്തിലെല്ലാവരും പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ പോസിബിളി ഹരി എന്നായിരിക്കാം വീട്ടിൽ വിളിച്ചിട്ടുണ്ടാവുമല്ലോ. സോ ആ ഒരു കുഞ്ഞ് ഹരി ആദ്യം എഴുതി തുടങ്ങുന്ന ആ ഒരു ഒറിജിൻ സ്റ്റോറി ഒന്ന് ഓർത്തെടുത്ത് പറയാമോ? അല്ല, അങ്ങനെ എഴുതി തുടങ്ങുക എന്ന് പറയുമ്പോൾ ഞാൻ പല സ്ഥലത്ത് പറഞ്ഞൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും ആദ്യം വായിച്ച പുസ്തകം മാതൃഭൂമിയിലെ ബാലപംക്തിയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ പറയുന്നതല്ല. അപ്പോൾ ഈ ബാലപംക്തിയിൽ കുട്ടികൾ എഴുതുന്നത് വായിക്കുക, അപ്പോൾ നമുക്ക് എഴുതാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ വീട്ടിൽ വായനയൊക്കെ ഉണ്ടായിരുന്ന ചെറിയച്ഛന്മാർക്കൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ ചില ശ്ലോകങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് തരിക ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഉള്ള ഇതിൽ നമുക്ക് എവിടെയൊക്കെയോ ഏതോ ഒരു മൊമെൻറ്റിൽ വെച്ചിട്ട് ഈ ബാലപംക്തിയിൽ നമ്മുടെ ഒന്ന് ഒരു അത് അച്ചടിച്ച് വരിക എന്നുള്ളത് നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിലേക്കുള്ളൊരു യാത്രയായിരുന്നു അങ്ങനെ ചിന്തിക്കുമ്പോൾ. എന്നിട്ട് ഞാൻ പിന്നീട് അയച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ പറയും നമുക്കത് തിരിച്ചു വരും എന്നൊക്കെ. എനിക്കും തിരിച്ചു വന്നിട്ടില്ല. അത് അതിൻ്റെ അപ്പുറത്ത് എവിടെയെങ്കിലും പോയോ എന്ന് എനിക്കറിയില്ല. റിജക്റ്റഡിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് എത്താതെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്കിട്ട് ഇട്ടോന്ന് എനിക്കറിയില്ല. അപ്പം അതാണ് എഴുത്ത് എന്നാലോചിക്കുമ്പോൾ എഴുത്തിലേക്കുള്ളൊരു തുടക്കം തന്നെ. പക്ഷെ അത് ഇതുവരെ ചെറുപ്പത്തിലൊന്നും ബാലപംക്തിയിൽ എൻ്റെ കവിത വന്നിട്ടുമില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഉള്ള ചെറിയ ബാലരമ പോലെയുള്ളതിലൊക്കെ എന്തെങ്കിലും കുട്ടികളിലൊക്കെ അതിലൊക്കെ അയക്കും. ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ വരാനുള്ള ചാൻസും കുറവാണല്ലോ അല്ലേ? അതിൽ കുട്ടികൾക്കാണല്ലോ കൂടുതൽ സ്പേസ്. അതെ അതെ അതെ. ഓക്കെ. അപ്പം അങ്ങനെ നടക്കാതെ പോയ ഒരു എഴുത്ത് സ്വപ്നത്തിൽ ഉണ്ട്. പക്ഷെ അന്ന് എഴുതിയതിൽ ഏതെങ്കിലും ഇപ്പോൾ ഓർമ്മയിലുള്ള വരികളുണ്ടോ ഈ വരാതെ പോയ? ഇല്ല, അങ്ങനെ എഴുതിയതിൽ ഓർമ്മയില്ല എന്ന് മാത്രമല്ല, ഞാനൊരു 7-ോ 8-ലൊക്കെ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു, ഇനി 9ാം ക്ലാസ്സിലാണെന്നറിയില്ല, ഞാൻ മൃദംഗം പഠിച്ചിരുന്നു. EP നാരായണ പിഷാരടി മാഷ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അടുത്ത് കേച്ചേരി ഭാഗത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ പോയിട്ട് ഒരു പുസ്തകത്തിൽ ഇങ്ങനെ ഈ മൃദംഗത്തിൻ്റെ ഈ പാഠക്കൈകൾ അതിൻ്റെ പ്ലേ ചെയ്യാനുള്ളത് എഴുതുന്ന പുസ്തകത്തിൽ ഞാൻ എന്തോ കവിത പോലെ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് മാഷെന്നെ, ഞാൻ അടിക്കുന്ന വിചാരിച്ചത്, പക്ഷെ മാഷെന്നെ ഇങ്ങനെ ചെവി കൊണ്ട് ഇങ്ങനെ തൂക്കി പിടിച്ച് കൊണ്ടുപോയി പുറത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അടുത്തൊരു വീട്ടിലേക്ക് കയറ്റി. അപ്പോൾ ആ വീട്ടിൻ്റെ മുകളിൽ കാമധേനു എന്ന് സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്. അന്നേരം ആ വീടിൻ്റെ ഉള്ളിൽ കയറ്റി. അപ്പോൾ അത് അവിടെ ഒരാളിരിക്കുന്ന കണ്ണടയൊക്കെ വെച്ചിട്ട് കുറച്ച് വയസ്സായിട്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അത് EP ഭരത പിഷാരടി എന്ന് പറയുന്ന സംസ്കൃത പണ്ഡിതനാണ്. യൂസഫ് അലി സാറിൻ്റെയൊക്കെ ഒരു ആദ്യ കാലഘട്ടത്തിലെ ഗുരുനാഥൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടിരുത്തി, ഇത് ഏട്ടനൊന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഈ പുസ്തകം കൊടുത്തു. ഈ എന്നെ നാരായണ പിഷാരടി മാഷ് പോയി. ഞാനിങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരിക്കാൻ, എനിക്കറിയില്ല ആരാന്ന്. നമ്മൾ 8-9 പഠിക്കുന്ന ഒരു ഇതല്ല. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇതെന്താ പത്ര റിപ്പോർട്ടാണോ അതോ കവിതയാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല എന്ന്. പിന്നെ അദ്ദേഹം അവിടെ ഇരുത്തിയിട്ട് എന്നെ കേക എന്ന് പറയുന്ന വൃത്തം അങ്ങനെ പഠിപ്പിച്ച്
അതിലേക്ക് ഇത് മാറ്റി അദ്ദേഹം അന്ന് എവിടെയോ അയച്ചു കൊടുത്തു. സത്യം പറഞ്ഞാൽ അതിൽ എൻ്റെ വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇതിനു വേണ്ടി സെറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫോമിലേക്കായി അത്. പക്ഷെ എൻ്റെ പേരിൽ അന്ന് അച്ചടിച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത്. പക്ഷെ എനിക്കതിലൊരു അതെൻ്റെയാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് പിന്നെ അങ്ങനെ കുറേശ്ശെ എഴുത്തൊരു എവിടെയൊക്കെ എഴുതണം എന്നുള്ളൊരു മോഹമൊക്കെ വരുന്നത്. എഴുതണമെങ്കിൽ വായിക്കണമല്ലോ, അതേപോലെ തന്നെ കേൾക്കണം ഒരുപാട്. അപ്പോൾ നേരത്തെ പറഞ്ഞു ശ്ലോകങ്ങളും ഒക്കെയും. പക്ഷേ മറ്റൊരാൾ എഴുതി കേട്ട ഒരു പാട്ടിൽ അല്ലെങ്കിൽ കവിതയിൽ ഇതുപോലെ വേണം ഭാവിയിൽ എഴുതാൻ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയ ഒരു കുട്ടിക്കാലത്ത് അങ്ങനെയല്ല, തോന്നിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പാട്ട് എഴുതുക എന്നുള്ളത് ഈ എഴുത്ത് എന്ന് പറഞ്ഞ കവിത അങ്ങനത്തെയൊക്കെയാണ്. പക്ഷെ അപ്പോഴും പാട്ടെൻ്റെ അങ്ങനെ ഒരു സ്വപ്നമായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാട്ടുകൾ കേൾക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നല്ലാതെ. അപ്പോൾ ഈ പാട്ടിൻ്റെ ഒരു ഇതിലേക്ക് പിന്നീടൊക്കെയാണ് വരുന്നത്. വളരെ യാദൃശ്യമായിട്ട് എൻ്റെ സുഹൃത്തുക്കളുടെ ഒരു ഗ്രൂപ്പിൽ അവരൊരു മറ്റൊരു ആൽബം പരിപാടി ആലോചിക്കുകയും എഴുതാനുള്ള ഒരാൾ വരാതിരിക്കുകയും ചെയ്തപ്പോൾ ഒരു പകരക്കാരനായിട്ട് എന്നാൽ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നീ കവിതയൊക്കെ എഴുതുന്ന ആളല്ലേ എന്ന് വെച്ച് ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് അങ്ങനെ അതിലേക്ക് അത് ആ ഒരു ആൽബത്തിൽ ഒരു 3-4 പാട്ട് എഴുതി, വീണ്ടും ഒരു ആൽബത്തിൽ എഴുതി, അങ്ങനെ വന്നതാണ്. അപ്പോൾ അതൊരിക്കലും പാട്ടിന് വേണ്ടി എന്ന് പറഞ്ഞൊരു പ്രിപ്പറേഷൻ എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പക്ഷെ പാട്ടുകൾ കേൾക്കുമ്പോൾ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്ത വരികൾ ഉണ്ടായിട്ടുണ്ടോ അതിന് മുന്നേ? അതായത് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ഈ അറ്റൻഷൻ ക്യാപ്ചറിങ്ങിന് ഒരു വ്യത്യാസമുണ്ട്. ഒരു ലിസണർ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാം. നമ്മളിത് ചിന്തിക്കുന്നില്ല നമ്മൾ ഇത് എഴുതാനാണെന്നുള്ളത്. പക്ഷേ പിന്നീട് ഇങ്ങനെ വരുമ്പോഴാണ് പിന്നീട് ഇതിലേക്ക് എത്തിയതിന് ശേഷമാണ് നമ്മൾ വീണ്ടും വേറൊരു രീതിയിൽ ഈ പാട്ടുകളെയൊക്കെ കേൾക്കുന്നതും ഇതിനിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇതിങ്ങനെയായിരുന്നു, അല്ലേ ഇതിങ്ങനെ അദ്ദേഹം എഴുതിയത് കൊണ്ട് ഇത്തരം ഒരു ഗുണമാണല്ലേ ഉണ്ടാവുന്നത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് ശേഷമാണ്. ഈ ക്യാപ്ചറിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന ഒരുപാട് പേരുടെ ഹൃദയവും മനസ്സൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന വാക്കുകളാണ് സാർ എഴുതുന്നത്. ഇപ്പോൾ ലൈലാഗമേ പോലുള്ളൊരു പാട്ടൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണത് അർത്ഥമാദ്യം നോക്കാൻ പോകുന്നു, എന്നിട്ട് പിന്നെ അത് പാടാനുള്ളൊരു സുഖത്തെക്കുറിച്ച് സംസാരിക്കുന്നു. മ്യൂസിക് ഡയറക്ടർ കൈലാസ് മേനോൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ഞങ്ങൾക്ക് ഇതേപോലെയുള്ള മനോഹരമായിട്ടുള്ള വാക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ പാട്ട് വളരെയധികം ഹിറ്റാവും. അപ്പോൾ അങ്ങനെ എഴുതുന്നവരിൽ ഒരാളാണ്. അവർക്ക് ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടേഴ്സിന് ഏറെ ഇഷ്ടമുള്ള ഒരു ലിറിസിസ്റ്റാണ്. കാരണം പാട്ട് ഹൈലൈറ്റഡ് ആയി പോകുന്നു, ഒരു സ്റ്റാർട്ടിങ് വരി അല്ലെങ്കിൽ വാക്ക് യുണീക്ക് ആകുമ്പോൾ. അപ്പോൾ അഗൈൻ ഹൗ ഡിഡ് യു കം അപ്പ് വിത്ത് ദീസ് വേർഡ്സ് എന്ന് ചോദിക്കാൻ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ടാവും. എന്താണ് ഇങ്ങനെയൊക്കെയുള്ള വൊക്കാബുലറി എടുത്തു വെക്കുകയാണോ, അപ്പം സംഭവിക്കുന്നതാണോ, ഇതിൻ്റെ പിന്നിലെ ഒരു പ്രോസസ്സ് എന്താ? പറയാം. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊരു ബോധപൂർവമായിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഓരോ സ്ഥലത്ത് ഈ പാട്ട് എഴുതാൻ ഞാനങ്ങനെ പാട്ടെഴുത്തിൻ്റെ ടെക്നിക്സ് ഒന്നും പഠിക്കാതെ പാട്ട് എഴുതാൻ എത്തിയ ഒരാളാണ്. നമ്മൾ ഓരോ അല്ല അത് 90% ആളുകളും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. നമ്മളത് ഓരോ വീണ് പഠിക്കുക എന്ന് പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തും എത്തുമ്പോഴുള്ള ഒരു നെസസിറ്റി വെച്ച് നമ്മളിങ്ങനെ പഠിച്ചു പോകുന്നതാണ്. അപ്പോഴാണ് പിന്നെയാണ് നമ്മൾ ആദ്യത്തെ ഒരു വാക്ക് ഒരു യുണീക്കായി കഴിഞ്ഞാൽ അതുകൊണ്ട് ഇന്ന ഗുണമുണ്ടായിരിക്കും, അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ഈ ഇന്നൊരു സ്ഥലത്ത് അവിടെ ഒരു മെലോഡിയസ് ആയിട്ടാണ് മ്യൂസിക് ഡയറക്ടർ പാടിയെങ്കിൽ അങ്ങനെ ഒന്ന് കൊടുക്കുക. ഇപ്പോൾ ഒരു ഓപ്പൺ ത്രോട്ടിലൊക്കെയാണ് പാടിയണമെങ്കിൽ നമ്മളിങ്ങനെ കൂട്ടക്ഷരമില്ലാതെ അല്ലെങ്കിൽ മുറുക്കങ്ങളും വള്ളികളും ചില്ലുകളും ഒന്നും ഇല്ലാതെ വളരെ ഓപ്പണായിട്ട് അയാൾക്ക് പാടാവുന്ന വാക്കുകൾ കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പോകെയാണ് പഠിച്ചെടുക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ സെർച്ച് എന്താ, ഈ രീതിയിൽ ഒരു വാക്ക് പെട്ടെന്ന് കേൾക്കാത്ത എന്നാൽ എവിടെയെങ്കിലും ഒരു വന്ന വാക്ക് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളത്. മേ ബി ഞാൻ പഠിച്ച ശ്ലോകങ്ങളും ഒക്കെ അതിൽ ചില വാക്കുകൾ നമ്മളെ സഹായിക്കും. എങ്കിൽ പോലും നമുക്ക് എവിടുന്നെങ്കിലുമൊക്കെ എടുക്കേണ്ട ഒരു ബോധപൂർവമായിട്ടുള്ളൊരു പ്രോസസ്സ് ഉണ്ടാവും. ഓഫ് കോഴ്സ് ഈ പാട്ടെഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു അപ്ലൈഡ് മ്യൂസിക്കാണ് സിനിമാ സംഗീതം എന്ന് പറഞ്ഞാൽ. അത് ഒരു പെർട്ടിക്കുലർ ഇതിന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സിനിമയിലൊരു പാട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ധർമ്മങ്ങൾ അതിന് നിർവഹിക്കാണ്ട് സംഗീതപരമായിട്ടാണെങ്കിൽ. അപ്പോൾ അതൊരു കേൾക്കുന്ന ഒരാൾക്ക് അത് പാട്ടായിട്ട് ഇഷ്ടപ്പെടണം. സിനിമയുടെ ഒരു വോക്കൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സിനിമയുടെ സിറ്റുവേഷൻ്റെ ഭാഗമായിട്ട് വേണം. ചിലപ്പോൾ അതൊരു വോക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാവും അവർ ചെയ്യുക, അത് വേണം. അതിലുപരി ഇപ്പോൾ ഇത് കേട്ട് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊരു ഒരു ഇൻഡസ്ട്രി ഒരു വാണിജ്യമാണ്, ഒരു കച്ചവട സിനിമ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് അത് സെല്ല് ചെയ്യാനും പറ്റണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിലുള്ളത് കൊണ്ട് ഇതൊരു സ്വാഭാവിക പ്രക്രിയയല്ല. ആക്ച്വലി ഈ ഒരു കവിത എഴുതുന്ന പോലെ, ഒരാളൊരു പാട്ട് പാടുന്ന പോലെ, ഒരു കച്ചേരി നടത്തുന്ന പോലെ ഇതിന് ഇത്തരം കുറേ പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കും.
അപ്ലൈഡ് ആർട്ടാണ്. അപ്പോൾ അതിലിങ്ങനെ പോകെ പഠിച്ചെടുക്കുന്നത് തന്നെയാണ് അത്. ഈ പാരാമീറ്റേഴ്സ് എല്ലാം ടിക്ക് ചെയ്ത് പോകുന്നതുകൊണ്ടായിരിക്കണം ആക്ച്വലി ഫിലിം മേക്കേഴ്സിന് ഒരു ഫേവറേറ്റ് ലിറിസിസ്റ്റ് എന്ന് താങ്കളെ കുറിച്ച് പറയേണ്ടി അല്ല വരുന്നത്. അങ്ങനെയല്ല, ഞാൻ മാത്രമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പം ഞങ്ങൾ രചന എന്ന് പറഞ്ഞിട്ട് പാട്ട് എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ഒരുപാട് എല്ലാ ലിറിസിസ്റ്റും എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. പിന്നെ ഈ പാരാമീറ്റേഴ്സിൻ്റെ കാര്യം, ഈ പാരാമീറ്റേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കാലഘട്ടത്തിനനുസരിച്ച്. സിനിമ മാറുന്നതിനനുസരിച്ച് റിക്വയർമെൻറ്റ്സും മറ്റേ ഇത് ഇന്നത്തെ തെറ്റ് നാളത്തെ ശരിയാവുക എന്ന് പറഞ്ഞ പോലെ, മറ്റന്നാളത്തെ നിയമമാവുക എന്ന് പറഞ്ഞ പോലെ അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ അത് ശരിയല്ല എന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ചില വാക്കുകൾ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ഒരു ഹാർമണൈസ് ചെയ്യണം ചില വാക്കുകളെ വെച്ച് ഹാർമണൈസ് ചെയ്യണം, ചില പേർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വാക്കുകളാണ് നല്ലത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടുത്തൊരു പാട്ടിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ട് അത് വർക്കൗട്ട് ആയിക്കഴിഞ്ഞാൽ മേ ബി പിന്നെ അതായിരിക്കും, അത്തരത്തിലുള്ള വാക്കുകളാവും ചിന്തിക്കുന്നത്. ഇത് ഒരു ജനകീയ കലാരൂപവും അതുപോലെ കച്ചവട സിനിമ എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഹിറ്റാക്കുക എന്ന് പറഞ്ഞൊരു ധർമ്മമുള്ളത് കൊണ്ട് ആൾക്കാരെ അതിൻ്റെ പിന്നിലുള്ളവർ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് പാരാമീറ്റേഴ്സ് മാറുന്നുണ്ട്. ഷേക്സ്പിയർ ആയിട്ട് കണ്ടെത്തിയ വാക്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് ഉപയോഗിച്ച് പോപ്പുലറൈസ് ചെയ്ത വാക്കുകൾ എന്ന് പറഞ്ഞ് ബുക്സും ആർട്ടിക്കിൾസും ഒക്കെ ഉണ്ട്. അപ്പം അതേപോലെ ശ്രീ BK ഹരിനാരായണൻ വരികൾ എഴുതി പോപ്പുലറൈസ് ചെയ്ത വാക്കുകൾ, അതല്ലെങ്കിൽ കോയിൻ ചെയ്ത ഫ്രേസസ് എന്നൊരു ബുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൊരു ടോപ്പ് 5 ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടോപ്പ് 5 ഏതായിരിക്കും? അയ്യോ, അങ്ങനെ ഞാൻ കോയിൻ ചെയ്തിട്ടില്ല. അല്ല, അങ്ങനെയല്ല, പോപ്പുലറൈസ് ഞാൻ എവിടുന്നെങ്കിലും ഒക്കെ BK ഹരിനാരായണൻ കട്ടെടുത്ത വാക്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ടൈറ്റിൽ നമുക്ക് തീരുമാനിക്കാം. അങ്ങനെയാവാം. ഇപ്പോൾ ഈ എന്താ പറയുക, ലൈലാഗമൊക്കെ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ൻ്റെ ഇതിലുണ്ട്. പിന്നെ ജീവാംശം, അതും നമ്മുടെ അവിടെയുള്ള ഒരു വാക്കാണ്. അതിന്റെ ഒരു സോഴ്സ് അപ്പൊ ഷെയർ ചെയ്യോ അങ്ങനെയാണെങ്കിൽ? അപ്പൊ അതും കൂടി ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യും. ജീവാംശത്തിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എവിടെയാ ജീവാംശം എന്നുള്ളതും ഞാനും നിങ്ങളും ഒക്കെ ഒരു പെർട്ടിക്കുലർ സ്ഥലം എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ജീവാംശം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അല്ല, മനസ്സിലെവിടെയാണ് ലൈബ്രറി എവിടുന്ന കിടന്നില്ല. അത് ലിറ്റററി ആ കൈലാസ് അത് തരുന്ന സമയത്ത് ആ കൈലാസിന്റെ ട്യൂണ് കേട്ടപ്പോൾ എനിക്ക് വന്ന വാക്ക് മാത്രമാണ് അത്, ജീവാംശം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ രണ്ടെണ്ണായി. പിന്നെ കിംകിമിന്റെ കഥ ഓൾറെഡി അതെ, അത് കിംകിം എന്റെ അത് ഇപ്പൊ ഈ നമ്മുടെ അല്ല, അത് ഇവിടെ ഉള്ള ഒരു പാട്ട് തന്നെയാണ്. അതിനെ പോപ്പുലറൈസ് ചെയ്തു വൈക്കമണി സാറിന്റെ പാരിജാത പുഷ്പാഭരണം എന്ന് പറയുന്ന തമിഴ് നാടകം. ഈ തമിഴ് നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ സോക്കോൾഡ് ഇപ്പോൾ കഥകളിയൊക്കെ പോലെ തന്നെ ഒരു കഥ അത് തമിഴിലായിരിക്കും, അത് പിന്നെ മലയാളത്തിലാക്കിയിട്ട് നമ്മുടെ മലയാളത്തിൽ കളിച്ചു വരുന്നു. ആദ്യമൊക്കെ അത് പെൺവേഷവും ആണുങ്ങൾ തന്നെയാണ് കെട്ടിയിരുന്നത്, പിന്നെ സ്ത്രീകളായി. അവരുടെയൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വലിയ പാടം പോലെയുള്ള സ്ഥലത്തൊക്കെ ഒരു എൻഡിൽ ഈ ആളുകൾ ഇതിൻ്റെ അധികാരികൾ ചെന്നിരിക്കും, അതിൻ്റെ ആരാണോ ഏൽപ്പിച്ചത്. എന്നിട്ട് അന്ന് മൈക്കില്ല, ഇവിടെ നിന്നിട്ട് നമ്മൾ കേട്ടിട്ട് അവർ എൻഡിലല്ലേ ഇരിക്കണം, അവർക്ക് കേൾക്കണം, അവരാണ് പൈസ തരുന്നവർ. അങ്ങനെയായിരുന്നു. അപ്പോൾ അത്രയും തൊണ്ട പൊട്ടിയിട്ടൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് പലർക്കും ഈ പറഞ്ഞ ക്ഷയമൊക്കെ അങ്ങനത്തെ കലാകാരന്മാർക്ക് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈക്കമണി സാറ് അദ്ദേഹം ആണ് അത് ആദ്യം പാടിയിരിക്കുന്നത്. അദ്ദേഹം പാടിയത് ആകാശവാണിയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ രാജ് ചേച്ചി, അതായത് നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വൈഫ് രാജ് ചേച്ചി വൈക്കമണി സാറിൻ്റെ മകളാണ്. അപ്പോൾ അങ്ങനെ രാജ് ചേച്ചി പറഞ്ഞ് എനിക്കത് കേട്ടിട്ട് അറിയാം. നമുക്കൊരു 2 കൂടി കിട്ടിയ ബുക്കിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. ലൈലാഗവും ജീവാംശവും കിംകിമും നമ്മൾ പറഞ്ഞു. അതല്ലാതെ സാറിന്റെ മനസ്സിൽ സാറിന് ഇഷ്ടമുള്ള എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓലഞ്ഞാലിയൊക്കെ പിന്നെയും പാട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഇപ്പോൾ അമ്പാഴം തണലിട്ട ഒരിടവഴിയിൽ കൂട്ടരെ അമ്പഴം എന്ന് പറഞ്ഞാൽ അമ്പഴങ്ങ എന്ന് പറയില്ല, അത് തന്നെയാണ് അമ്പാഴം എന്ന് പറഞ്ഞ വാക്കിനും രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. കുട്ടരെ നോക്കൂ വിനമ്പഴ കൊമ്പത്തെ കൂട്ടിയിലെ പൈങ്കിളി മുട്ടയിട്ടു എന്ന് പറയുന്ന ഇതല്ലേ അമ്പാഴ. അങ്ങനെ ഒരു പക്ഷെ അത് അങ്ങനെ അധികം യൂസ് ചെയ്യാത്തതായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു പാട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, അത് ഞാൻ കഴിഞ്ഞ ദിവസം ശ്രീവത്സൻ ജയമേനോനോട് പറഞ്ഞു. ഈ ഖാലിദ് റഹ്മാൻ എനിക്ക് ആ അനുരാഗ് കരിക്കുംവെള്ളത്തിന് പാട്ട് എഴുതുമ്പോൾ ശ്രീവത്സേട്ടൻ പാടിയ ഒരു സ്വാതികൃതിയാണ് ആദ്യം കേൾപ്പിച്ചു തന്നത്. അതുപോലെ ഒരു പാട്ടെന്നുണ്ട്. അങ്ങനെയാണ് മനോഗതം ഭവാൻ എന്ന് പറഞ്ഞൊരു സാധനം, ഒരു സാൻസ്ക്രിറ്റ് കോയിനേജ് ആയിട്ടുള്ള ഒരു സാധനം,
പഞ്ചായോ? പഞ്ചായി. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി സാർ എഴുതിയ ചാപ്റ്റേഴ്സിലേക്കാണ് വരാനുള്ളത്. ഈ പാട്ടെഴുത്തിൻ്റെ കമേഴ്ഷ്യൽ പാരാമീറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ പാരാമീറ്റേഴ്സ് ഒക്കെ സ്വന്തം തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ഓഥർ എന്ന രീതിയിലേക്ക്, ഒരു കവി എന്ന രീതിയിലേക്ക് പുസ്തകങ്ങളും ഇപ്പോൾ നിരവധി ബാക്ക് ടു ബാക്ക് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും അതേപോലെ തന്നെ കൈയടികൾ നേടുന്നു, ഹൃദയങ്ങൾ കവരുന്നു. ആ ഒരു പ്രോസസ്സാണോ പാട്ടെഴുത്തിനേക്കാൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നത്? ആൻഡ് അത് ഇനിയും കൂടുതൽ കണ്ടിന്യൂ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? അല്ല, ഇതിന് കണ്ടിന്യൂ ചെയ്യാൻ പ്ലാനുണ്ട്. പക്ഷേ ഞാൻ കവിത എഴുതിയിരുന്നെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ പേശലമല്ലൊരു വസ്തുവും ഇവിടെ പ്രേക്ഷകനില്ലെങ്കിൽ എന്ന് പറഞ്ഞ പോലെ ഞാൻ വളരെ തുറന്ന് പറയാണ്. എനിക്ക് ഒരു സ്ഥലത്ത് ഞാൻ കവിത അയച്ച് കുറേ സ്ഥലത്ത് നിന്ന് മടക്കിയിട്ടുണ്ട്. അത് ചില സ്ഥലങ്ങളിലൊക്കെ പിന്നെയും കുറച്ചും കൂടിയൊക്കെ നമുക്ക് എഴുതി കൊണ്ടുവരാനും ഒക്കെ കഴിഞ്ഞത് പാട്ട് ഉള്ളതുകൊണ്ട്, പാട്ട് എഴുത്തുകാരെന്ന് ഉള്ളത് കൊണ്ടാണ്. കവിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞത് എൻ്റെ ആഗ്രഹമാണ്. പാട്ടെഴുത്തുകാരനാണെന്ന് പറഞ്ഞത് എൻ്റെ അസ്തിത്വമാണ്. അപ്പോൾ രണ്ടും എനിക്ക് വിടാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് എൻ്റെ, അപ്പോൾ രണ്ടും കൊണ്ടുപോകണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. ഒരു സ്ഥലത്ത് എക്സ്ട്രീം റിജക്ഷൻ, മറ്റൊരു സ്ഥലത്ത് എക്സ്ട്രീം പ്രേസസ്. അല്ല, അങ്ങനെയല്ല. അടുത്ത ചോദ്യമാണ്. താങ്കൾ എക്സ്ട്രീം റിജക്ഷൻ എടുത്തിട്ടില്ല. ഒരു സ്ഥലത്ത് കുട്ടിക്കാലത്തെ എക്സ്ട്രീം റിജക്ഷൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. കവിതകൾ അയച്ചു കൊടുത്താൽ അത് എവിടെയും വരുന്നില്ല. മറ്റൊരു വശത്ത് ഇതേപോലെ സിനിമാ പാട്ടുകളും ഇപ്പോൾ എഴുതുന്ന കവിതകളും ഒരുപാട് പേര് ഏറ്റെടുക്കുന്നു. ഇതിനിടയ്ക്ക് ഒരുപാട് പേര് ഏറ്റെടുത്ത വർക്ക്സിനും ഒരുപാട് ക്രിറ്റിസിസവും ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ളതിൽ ഹാർഷസ്റ്റ് ക്രിറ്റിസിസം ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ധാരാളം എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഞാൻ എൻ്റെ ഈ നൂറ്റടപ്പന്നെ ഇറങ്ങുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട്. അവരൊന്നും ഇപ്പോഴും എൻ്റെ ഒരു വർക്കും അംഗീകരിച്ചിട്ടില്ല. എൻ്റെ 2-3 സുഹൃത്തുക്കൾ. അവരേക്കാൾ വലിയ ക്രിറ്റിസിസം എനിക്കില്ല. ഇതൊരു തേങ്ങയുടെ നീ എഴുതണമെന്ന് തനി തൃശ്ശൂർ ഭാഷയിൽ ഇപ്പോഴും ചോദിക്കുന്ന സുഹൃത്തുക്കൾ ഞാൻ പാട്ട് എഴുതിയാലും കവിത എഴുതിയാലും ഉണ്ട്. അങ്ങനെയുള്ള ക്രിറ്റിസിസം ഫ്രണ്ട്സിൻ്റെതാണ്. ഒരു പക്ഷെ ചിലപ്പോൾ തീർച്ചയായിട്ടും അതിനപ്പുറത്തും ഉണ്ടാവും. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പല ക്രിറ്റിസിസംസും ആരോഗ്യപരമാവുക. അതായത് ഞാൻ പണ്ടൊരു ക്രിറ്റിസിസം എഴുതിയ ആളെന്ന് ഇപ്പം ഞാനത് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിരി വരും. ഒരു മാസികയിൽ വരുന്ന ക്രിറ്റിസിസമാണ്. അപ്പോൾ അതിൽ ഞാനൊരു പാട്ടിൽ റാഫി സാറിൻ്റെ പടത്തിൽ റിംഗ് മാസ്റ്റർ എന്ന് പറയുന്ന പടത്തിലെ ഒരു പാട്ടിൽ ആരോ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. ആരോ എന്ന് പറഞ്ഞ അജീം അർഷാദ് പാടിയ പാട്ട്. അതിൽ സരമേ സഖിയോ സഹയാത്രികയോ എന്ന് പറഞ്ഞ വരിയുണ്ട്. സരമ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, സരമ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ്റെ പട്ടി എന്നൊക്കെയാണ് നമ്മൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണുക. അങ്ങനെ ഒരു ഇത്. അപ്പോൾ സാരമേയം എന്ന വാക്ക് സരമയുടെ മക്കൾ എന്നുള്ളതിനാണ് ഈ കുറുക്കൻ പട്ടി ഇതിനൊക്കെ സാരമേയം എന്ന് വന്നത്. സരമ എന്ന് പറഞ്ഞാൽ അവരുടെ മദറായിട്ടുള്ള ഒരു അങ്ങനെ അതൊരു വിശ്വാസമാണ്. ശരി എന്നല്ല ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനൊരു ഇതായതപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ചിന്ത ഇതായിരുന്നു, നമ്മളിപ്പോൾ ഒരു പട്ടിക്കുട്ടിക്ക് പേരിടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് പേരിടുമ്പോൾ മുത്തശ്ശിയുടെയൊക്കെ പേരിടുക എന്ന് പറഞ്ഞ പോലെ ഒരു പക്ഷേ ഇതിനെ സരമേന്ന് വിളിക്കാമല്ലോ ഇങ്ങനൊരു കുട്ടി വരുമ്പോൾ. അപ്പം ഞാനത് റാഫി സാറിനോട് പറഞ്ഞപ്പോൾ നീ മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് ക്യാരക്ടറിനും അതെന്തെങ്കിലും ഇടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പാട്ടിൽ ഉപയോഗിച്ചു. അങ്ങനെ സരമേ സഖിയോ സഹയാത്രികയോ. അത് കഴിഞ്ഞ് ഞാൻ ഏതോ ഒരു സ്ഥലത്ത് എനിക്ക് നമ്മളെ കണ്ട നെഗറ്റീവ് മാത്രമേ എല്ലാവർക്കും ഉണ്ടാവും. അയച്ചു തരുന്ന ചില സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാവില്ല, എനിക്കുണ്ടാവും, റോഷയ്ക്കുണ്ടാവും, എല്ലാവർക്കും. അപ്പം അങ്ങനെ ഒരു സുഹൃത്ത് ഇത് അങ്ങനെ അയച്ചു തന്നു. അപ്പം നോക്കിയപ്പോൾ എന്നെ പറ്റിയിട്ട് ഈ പാട്ട് എടുത്തെഴുതിയിരിക്കുക. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കോളത്തിൽ ആരെഴുതിയെന്നുള്ളതിനെ പ്രശ്നം, സ്വരമേ സഖിയോ സഹയാത്രികയോ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പറയാം, ഒരു പട്ടിയെ സ്വരമേ എന്ന് വിളിക്കാൻ മാത്രം മണ്ടനായ ഇയാൾ എന്ത് ലിറിസിസ്റ്റാണ്, ഇയാൾ കുറെ കവിത എഴുതിയുണ്ട് എന്ന് പറയുന്നു. ഇയാൾ പിന്നെ കുറ്റപ്പെടുത്തൽ പേഴ്സണലാണ്, എന്നെയല്ല, ആ കാര്യത്തിനല്ല, അതേ തെറ്റാണ്. അപ്പം അത്തരത്തിൽ ക്രിറ്റിസിസം വരുമ്പോൾ എനിക്ക് ഇപ്പം ചിരിയാണ് തോന്നാറ്. അപ്പം കാരണം എല്ലാവർക്കും അവരുടേതായ റൈറ്റ് ഉണ്ട് എന്തും നമ്മൾ ഇന്നത്തെ ഒരു കാലത്ത് പറയാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് എങ്ങനെയാണോ പറയാൻ തോന്നുന്നത് ആ രീതിയിൽ പറയുന്നു. ചില ആളുകൾ അതിന് പ്രതികരിക്കും. നമ്മളൊരു പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്, എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടുള്ള, എല്ലാവരും പൈസ കൊടുത്ത് കാണുന്ന, അവനവൻ്റെ കയ്യിലെ പൈസ കൊടുത്ത് കാണുന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിത് കേൾക്കാൻ ബാധ്യസ്ഥരാണെന്നാണ് എൻ്റെ ഒരു ഇപ്പോഴത്തേക്ക് ഒരു ഇത്. തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ പലപ്പോഴും ക്രിറ്റിസിസംസ് ആ മാറ്ററിലേക്കാണ് വേണ്ടത്,
വ്യക്തിയിലേക്കല്ല എന്ന് പലപ്പോഴും തോന്നുന്നു, ഇത്തരം കാര്യങ്ങളിൽ തോന്നാം. വളരെ പുഞ്ചിരിയോടുകൂടി കേട്ട് ഇതേപോലെ നർമ്മത്തിൽ കലർന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. അപ്പൊ അത് ഇനിയും വന്നുകൊണ്ടിരിക്കും, കേൾക്കേണ്ടി വരും. ഈ ഒരു എഴുത്തിൽ അധികവും ഒറിജിനൽ ആയിട്ട് മലയാള സിനിമയ്ക്ക് വേണ്ടി മലയാളം വരികൾ, പക്ഷെ ഇപ്പോൾ വൈകുണ്ഠപുരമല്ലോ പോലെയുള്ള സിനിമകൾക്ക് വേണ്ടി മാത്രം കുറച്ച് ഡബ് ചെയ്ത വേർഷനിലും സാമജവരഗമനയുടെ സാറല്ലേ അതിന്റെ മലയാളം എഴുതിയിരിക്കുന്നത്. അപ്പോൾ വളരെ റെയർ ആയിട്ടാണ് അങ്ങനെ എഴുതേണ്ടി വരുന്നത്. അതിന് ഒരു സ്പെഷ്യൽ ചാലഞ്ച് ലിപ് മൂവ്മെന്റ് ഒക്കെ നോക്കി എഴുതണം. അവിടെ ലാംഗ്വേജിന് വലിയൊരു കടിഞ്ഞാണാണ്. അഗൈൻ ഹൗ ഡിഡ് യു ചോദിക്കുമ്പോൾ അത് എങ്ങനെ എഴുതി എന്ന് ചോദിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അത് ഞാൻ പറയാം. ഈ ഡബ് ഈ ലിപ്പൊക്കെ നോക്കി പാട്ട് എഴുതുന്ന ആളുകളുണ്ടല്ലോ, എനിക്ക് അവരോടൊക്കെ വലിയ ബഹുമാനമാണ്. അതൊരു വേറെ ടാലൻ്റാണ്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവരും, അപ്പോൾ സിജു ചേട്ടൻ ഒക്കെ അസലായിട്ട് എഴുതുന്ന ആളാണ്. അത് സിജു തുറവൂരൊക്കെ, അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ എല്ലാവരും സന്തോഷ് ചേട്ടനൊക്കെ എഴുതുന്നുണ്ട്, സന്തോഷ് വർമ്മ, വിനായക് എഴുതുന്നുണ്ട്. അപ്പോൾ റഫീഖ് എഴുതുന്നുണ്ട്. അങ്ങനെ എല്ലാവരും എന്താ അതിൻ്റെ പ്രശ്നം? എനിക്ക് ഈ ലിപ്പ് നോക്കി എഴുതുന്ന കാര്യം എനിക്ക് അത്ര ഇത് ഓരോരുത്തരുടെ ഓരോ ടാലൻ്റാണല്ലോ. എനിക്കതിപ്പോൾ തീരെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒഴിയാണ് പതിവ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് അങ്ങനെ എഴുതുന്നത് ഈ വൈകുണ്ഠപുരത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് വിജയ് യേശുദാസാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞ് തമൻ വിളിക്കുമെന്ന് പറഞ്ഞ് തമൻ വിളിച്ചു. ഞാൻ പറഞ്ഞു എന്നെ ഒഴിവാക്കണം, എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്, പിന്നെ ഈ അർത്ഥമൊക്കെ അത് വേണം, അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ. രാജീവേട്ടനൊക്കെ എഴുതിയിട്ടുണ്ട്, രാജീവ് ആലെങ്കിലൊക്കെ, അവരൊക്കെ നന്നായിട്ട് ആ പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇതിങ്ങനെ വരിയുടെ അർത്ഥം നോക്കി അങ്ങനെയൊക്കെ, മങ്കൊമ്പ് സാറൊക്കെ അത് നന്നായിട്ട് ചെയ്ത ആളുകളാണ്. അപ്പോൾ അത് നമ്മൾ വളരെ ബുദ്ധിമുട്ട്, ആ അർത്ഥവും വരണം, ലിപ്പും ശരിയാവണമെന്ന് വെച്ചാൽ നമ്മൾ എഴുതുമ്പോൾ എന്തൊരു ടാസ്ക്കാന്ന് നോക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്കത് എൻ്റെ ഒരു പരിമിതിയായിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു നിങ്ങളത് വേണ്ട, നിങ്ങളൊരു ബേസിക് കണ്ടൻറ്റ് മാത്രം എടുത്തിട്ട് ബാക്കി നിങ്ങളുടെ ഇഷ്ടത്തിന്. അപ്പം അങ്ങനെ കുറേ സിനിമകളിലൊക്കെ സമ്മതിക്കുന്നുണ്ടെന്ന് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോയി, ഹൈദരാബാദ് പോയി, ആ ലൊക്കേഷനിൽ പോയി ഡയറക്ടറുടെ ഇത് എടുത്ത് എനിക്ക് തോന്നുന്നു അതന്നെയല്ലേ കനവിനറ്റത്തെ കണികവട്ടത്തിൽ സാമജവരഗമന, ആ പാട്ട് മാത്രം എഴുതി കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് എഴുതിയത്. ഞാൻ എന്നെ ഇനി വിടണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അതിലെ 2 പാട്ട് വന്നു. അത് കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടതായിരിക്കുന്നു. പിന്നെ അതിൽ 2 പാട്ട് തന്നു. അപ്പോഴും പിന്നെ മടിച്ചെഴുതി. അപ്പം പിന്നെ ഒരു ഘട്ടത്തിൽ വെച്ച് അതുമായി ബന്ധപ്പെട്ട ആരോ എന്നോട് വന്നിട്ട് പറഞ്ഞത് ചിലതൊന്ന് ലിപ്പ് ഒന്ന് നോക്കി എഴുതാൻ പറ്റും. ഞാൻ പറഞ്ഞു എനിക്കത് പറ്റില്ല, അത് പറ്റുന്നവരെ ഏൽപ്പിക്കുകയായിരിക്കും നല്ലത്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾ ആരെയാണെന്ന് വെച്ചാൽ എഴുതിച്ചോ, എനിക്ക് കുഴപ്പമില്ല. എനിക്കത് അറിയാത്ത പണിയായതുകൊണ്ട് എനിക്കതിൻ്റെ നമുക്കിപ്പോൾ പാട്ട് പാടാൻ പറഞ്ഞാൽ അറിയാത്ത പോലെ തന്നെ, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അറിയുന്ന പണി അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പിന്നെയും അപൂർവം ഇങ്ങനെ 1-2 ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇടയ്ക്ക് ഗോപിച്ചേട്ടൻ ഇങ്ങനെ ഗോപിസുന്ദർ ഇപ്പോൾ 1-2 വർക്കിൽ ഇങ്ങനെ പറഞ്ഞു എഴുതിത്തരാൻ പറഞ്ഞിട്ട്, പിന്നെ ഈ പറയുന്ന പോലെ ഹിഷാമിൻ്റെ ഒരു വർക്കിൽ ഞാൻ അങ്ങനെ ഹിഷാം പറഞ്ഞു അതിങ്ങനെ അർത്ഥം ഒന്ന് കണ്ടൻറ്റ് മതി എന്നുകൊണ്ട് ഞാൻ എഴുതി കൊടുത്തിരുന്നു. അതുപോലെ സ്റ്റീഫൻ ദേവസിയുടെ ഇനി വരാനിരിക്കുന്ന ഒരു വർക്കിൽ അതുപോലെ എഴുതി കൊടുത്തിട്ടുണ്ട്. യെസ് സർ. ഈ പറഞ്ഞ പോലെ ഒരുപക്ഷെ മലയാളികൾക്ക് ഒറിജിനൽ ആയിട്ടുള്ള പാട്ടുകളായിരിക്കാം ചിലപ്പോൾ കേൾക്കാൻ കൂടുതൽ സന്തോഷം. കാരണം എപ്പോഴും ഒരു കമ്പാരിസൺ വരുമ്പോൾ നമ്മുടെ തന്നെ പാട്ടുകളല്ലല്ലോ എന്നൊരു ചിന്ത അഗൈൻ ഇതിൻ്റെ കമൻസിലൊക്കെ നമ്മൾ കാണുന്നതാണ്. എത്ര സ്നേഹിച്ചാലും വീണ്ടും ഈ വ്യക്തിയുടെ, ഈ മ്യൂസീഷ്യൻ്റെ, ഈ പാട്ടുകാരൻ്റെ, ഈ രചയിതാവിൻ്റെ ആ പാട്ടാണ് ഭേദം എന്നൊരു സംഭവം വരും. അഗൈൻ പാട്ടുകളിലേക്ക് തന്നെ വരുന്ന സമയത്ത് കുട്ടിക്കാലത്തെ ശ്ലോകങ്ങൾ, കവിതകൾ, പിന്നെ പാട്ടും ഒക്കെയും ഇൻഫ്ലുവൻസ് ചെയ്തു. ഇപ്പോൾ റീസെൻ്റ്ലി വീട്ടിലെ യങ് ജനറേഷൻ്റെ K-പോപ്പിനോടുള്ള ആരാധന അടക്കം ജീവിതത്തിലേക്ക് വന്നതിനെ കുറിച്ച് കഴിഞ്ഞൊരു ദിവസം പറയേണ്ടായി. ഇപ്പോൾ അതും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ഇപ്പോഴത്തെ ചിന്താഗതിയെ, എഴുത്തിന്? അങ്ങനെയല്ല, ഇത് നമ്മൾ പുതിയൊരു കാലത്ത് നമ്മൾ അപ്ഡേറ്റഡ് ആവാൻ അതും കൂടി പോകണമല്ലോ. അതെങ്ങനെ ആവുന്നൊന്നും അറിയില്ല. പക്ഷെ അത് ആസ്വദിക്കുന്നവരെ നമുക്ക് എത്ര കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ അത് ആസ്വദിക്കുന്നവരെ മനസ്സിലാക്കാനും കൂടി നമുക്ക് പറ്റണം. അതിന് ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ചിലപ്പോൾ ഇടയിലൊരു കൊറിയൻ വാക്കൊക്കെ ഇനി മലയാളം പാട്ടിലേക്ക് വരുമോ? എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ കൊറിയൻ വാക്കൊന്നും അറിയില്ല. ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ കൊറിയൻ വാക്ക് പഠിച്ചിട്ടൊന്നുമില്ല, എനിക്ക് മനസ്സിലാവണമില്ല. അത് ഒരു നല്ല കാര്യമാണ് അത് പഠിക്കുകയാണെങ്കിൽ. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അത് സാറിന്റെ പാട്ടിൽ നിന്നാവുന്ന ഒരു ഉറപ്പുണ്ട്. അങ്ങനെയൊന്നും ഇല്ലല്ലോ. ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട്
കുട്ടികൾ എഴുതാനും ഒക്കെ താല്പര്യമായിട്ട് അത്രമേൽ എഫേർട്ട് ഇട്ടിട്ട് വരുന്ന ചെറിയ ചെറിയ കുട്ടികളുണ്ട്. നമ്മൾ നമുക്ക് തോന്നുന്നു നമ്മളൊക്കെ ജീവിച്ച അല്ലെങ്കിൽ അതിനൊക്കെ വന്ന തലമുറയെക്കാളുമൊക്കെ വളരെ നല്ല ബുദ്ധിയുള്ള നല്ല ചിന്താശേഷിയുള്ള തലമുറ വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് അവർ ചിന്തിച്ച് ചെയ്തോളൂ. തീർച്ചയായിട്ടും അവർക്ക് നല്ല റോൾ മോഡൽസ് ആയി സാറിനെ പോലുള്ളവർ നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ്, അനുഗ്രഹമാണ്. മലയാള പാട്ടുകൾക്കും കവിതയ്ക്കും ഒരുപാട് സന്തോഷമാണ് ഞങ്ങളുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്തതിൽ. ഒരൊറ്റ ക്വസ്റ്റ്യൻ, അത് പകുതിയേ ഉള്ളൂ, ഇവിടെ ടൈറ്റിൽ പകുതിയുണ്ട്. സാറിനോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാനൊരു അവസരം ഉണ്ടെങ്കിൽ അത് ഹൗ ഡിഡ് യുവിൽ തുടങ്ങുകയാണെങ്കിൽ വാട്ട് വുഡ് യു ആസ്ക് യുവർ സെൽഫ്, ആൻഡ് അതിൻ്റെ ഉത്തരം വേണം. അപ്പോൾ ഹൗ ഡിഡ് യു, ബാക്കി യു ക്യാൻ ഫോളോ അപ്പ്. ആ ചോദ്യം ഞാൻ ഇതുവരെ ചോദിക്കാറില്ല. ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് എന്നെ പറ്റിയിട്ട്. കാരണം ഈ വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിനർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്ക നാം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോ മൊമെൻറ്റ്സ് നെക്സ്റ്റ് മൊമെൻറ്റിനെ അതായിട്ട് കാണുക, അതിൽ ജീവിച്ച് പോവുക, അടുത്ത നിമിഷം വീണ്ടും വരട്ടെ എന്നേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് എന്നോട് തന്നെ. കുഴപ്പമില്ല, കഷ്ടപ്പെടണ്ട, ഇഷ്ടപ്പെട്ട് പാട്ടുകൾ എഴുതാൻ ഞങ്ങൾക്ക് കേൾക്കാൻ. താങ്ക് യു സോ വെരി മച്ച്. ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ യുവർ ടൈം.